ഈ റഹ്മാൻക്കാണ് എന്നെ മിമിക്രി കാസറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ഇവർ തന്നെയാണ് പെൺവേഷം കെട്ടിയിട്ടൊക്കെ സ്കിറ്റുകൾ ചെയ്തിരുന്നത്. പെണ്ണായിട്ട് ആരും ഉണ്ടായിട്ടില്ല. പെണ്ണായിട്ട് ഫസ്റ്റ് വരുന്നത് ഞാനാണ്. തസ്നീഖാൻ 3 പതിറ്റാണ്ടിലേറെയായി മലയാളികൾക്ക് സുപരിചിതയായ അഭിനേത്രി. മാജിക്, മിമിക്രി, സിനിമ തുടങ്ങിയവയിലൂടെ പ്രേക്ഷക മനസ്സിൽ തന്റേതായ ഇടം നേടിയ കലാകാരി. അന്നും എനിക്കറിയില്ല ഇത്രയും വലിയ ഡയറക്ടറാണ് ഭരതൻ സാറെന്നോ, ഇത്രയും വലിയ സെറ്റപ്പ്, വലിയൊരു പടമാണ് വൈശാലി എന്ന് പറയുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് എടുക്കാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അന്നും. ഞാൻ MT സാറ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ കുളമാവ് എന്ന സ്ഥലത്തേക്ക് പോവാ. ഇത് തസ്നീഖാന്റെ ജീവിതാനുഭവങ്ങളാണ്. പത്മരാജൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ റോളിനൊരു ചേഞ്ച് ഉണ്ട്, അത് വേറൊരു കുട്ടി ചെയ്യാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. പിതാവുമൊത്തുള്ള മാജിക് വേദികൾ. ഞാൻ ഈ അഭിനയത്തിന്റെ വലിയ ആളാന്നുള്ള ജാട മനസ്സിലുള്ളത് കൊണ്ട് ഈ 3 കൊട്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണു ഓർക്കൂല. എന്റെ ഫാദർ ടെൻഷനായി തുടങ്ങി. സദസ്സുകളെ ഇളക്കി മറിച്ച കൊച്ചിൻ കലാഭവനിലെ മിമിക്സ് കാലം. സൈനുദ്ദീൻ, ജയറാമേട്ടൻ, റഹ്മാൻ ക, പ്രസാദേട്ടൻ, നാരായണൻകുട്ടി. അപ്പോൾ ഇവർ ഈ കത്തിച്ച് ഒറിജിനൽ ബീഡി കത്തിച്ച് വെച്ച് ഞാൻ ഈ ബീഡി എടുത്ത് വലിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കത്തിയ ബീഡിയാണെന്ന് മനസ്സിലാവുന്നത്. സ്റ്റേജ് ചുമച്ചിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. സിനിമയിലെ അഭിനയവും അനുഭവങ്ങളും. മമ്മൂക്കയുടെ പടമൊക്കെ 2-3 അടുപ്പിച്ച് എനിക്ക് കിട്ടി തുടങ്ങിയ സമയത്ത് മമ്മൂക്ക പോലും അറിയാതെയാണ് കിട്ടുന്നത്. മമ്മൂക്ക നീ പടത്തിലുണ്ടോ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പോൾ കുറച്ച് അനക്കൊക്കെ വെച്ച് തുടങ്ങി, കയ്യിൽ കാശ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്നും നശിപ്പിക്കരുത്, നിനക്കെന്ന് പറയാൻ എന്തെങ്കിലും നീ ഉണ്ടാക്കുക. തസ്നീഖാൻ തന്റെ ജീവിതം പറയുന്നു. ഒരിക്കൽ ഞാനും എൻ്റെ ഫാദറും എൻ്റെ മദറും എൻ്റെ സിസ്റ്ററും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ മുകളിൽ കുറേ സാധനങ്ങൾ, താഴത്ത് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തും കുറേ സാധനങ്ങൾ, ഡ്രൈവർ അടുത്തും ഉണ്ട്, ഓടിക്കുന്ന ഡ്രൈവർ അടുത്തും ഉണ്ട് കുറച്ച് സാധനങ്ങൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ദൂരം, അതായത് ഒരു അരമണിക്കൂർ പോയി കഴിഞ്ഞപ്പം വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലേക്കാണ് പോകുന്നത് ഓട്ടോറിക്ഷ. പോയി അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ ഇതിനൊക്കെ കുറേ ഭാരവാഹികളൊക്കെ ഓടി വന്ന് സാധനങ്ങളൊക്കെ ഇറക്കി. ഫാദർ എല്ലാം റെഡി ആയിട്ടുണ്ടോ, മേശ, ടേബിള്, കാര്യങ്ങൾ, കസേര, പിന്നെ വെള്ളം, ഇങ്ങനെയൊക്കെ. അപ്പം ഞാനൊക്കെ ഇങ്ങനെ നിൽക്കാം. ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയാണ്, അതായത് ഒരു 2nd സ്റ്റാൻഡേർഡിലൊക്കെയാണ് പഠിക്കുന്നത്. സിസ്റ്റർ അതിലും ചെറുതാ, പൊടിക്കുട്ടിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ, അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഇറങ്ങി നേരെ ചെല്ലുന്നൊരു സ്റ്റേജിലേക്കാണ്. സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പ്രൊഫസർ അലിഖാൻ്റെ ഇന്ദ്രജാല പ്രകടനം എന്ന് പറഞ്ഞൊരു ഒരു വലിയൊരു ബാനറൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഡാഡിയുടെ മാജിക്കാണ് അവിടെ. ആ മാജിക് ഷോ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുകയാണ് അന്ന് ഓട്ടോറിക്ഷയിൽ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെ ആൾക്കാർ ഭയങ്കര ബഹളം, കാര്യങ്ങൾ. എന്തായാലും ആ ഓഡിറ്റോറിയം നിറഞ്ഞ്. അന്ന് ചാനലുകളൊന്നും ഇല്ലല്ലോ. ഈ എവിടെ മാജിക് ഷോ നടത്തുന്നു അവിടെ എൻ്റെ ഫാദർ ഭയങ്കര ഫേമസാണ്. പ്രൊഫസർ അലിഖാൻ എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ മാജിക്ക് തുടങ്ങുന്നു, ആൾക്കാർ കൈയടിക്കുന്നു. ഫസ്റ്റ് എൻ്റെ ഫാദർ ചെയ്യുന്നത് സിഗരറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പം ഞാനൊക്കെ ഈ കൊച്ചാവുമ്പം എന്ത് ഫാദർ ചെയ്താലും എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് ഇന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സിഗരറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അന്തരീക്ഷത്തിൽ നിന്ന് സിഗരറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. അപ്പം അപ്പുറം ഞാനും എൻ്റെ അനിയത്തിയും, അത് പൊടിക്കൊച്ചാണ്, അതും ഞാനും കൂടി അപ്പുറം നിൽക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളാണ് ഓടിച്ചെന്നത് അതിങ്ങനെ ആ തീ അണച്ചിട്ട് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഇടും. അതാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പണി അതാണ്. അങ്ങനെ ഞാനും അനിയത്തി ഇങ്ങനെ നോക്കി നിൽക്കാം. ചില സമയത്ത് അവൾ മറന്നു പോകും വരാൻ സ്റ്റേജിലേക്ക്. അപ്പം ഞാനായിരിക്കും ഓടിച്ചെല്ല, കാരണം ഇവളിങ്ങനെ അന്തിച്ച് നിൽക്കുക. ഈ സിഗരറ്റ് പ്രൊഡക്ഷനും കണ്ടിട്ട് ഇവളിങ്ങനെ അന്തിച്ച് നിൽക്കും. ഞാൻ ഓടിച്ചെല്ലും, അത് ഓഫ്. അതാണ് ഫസ്റ്റ് ഐറ്റം. ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഭയങ്കര സംഭവം നടക്കുക. നമുക്ക് നെട്ടിപ്പോവും. ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നത്, പൂരിയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ മമ്മി, ഞാൻ മമ്മി എന്നാണ് വിളിക്കുക. എൻ്റെ ഫാദറിനെ വിളിക്കുന്നത് എൻ്റെ ഉപ്പച്ചി എന്നാണ്. ആദ്യമേ പറയാം. ഡാഡി എന്നല്ല വിളിക്കുന്നത്, ഉപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. ഉപ്പച്ചിൻ്റെ വീട്ടുകാർ കുറച്ച് പിന്നെ ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. മമ്മിയുടെ വീട്ടുകാർ കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അന്നായതുകൊണ്ട് എന്നെ മമ്മി എന്ന്, അങ്ങനെ മമ്മി ഉപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മമ്മി അവിടെ ഇരുന്ന് ഇങ്ങനെ മൈദമാവ് ഒഴുക്കുമ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്നത്, പൂരിയാണോ ചപ്പാത്തിയാണോ എന്താക്കും, മമ്മി ചിരിക്കും. അതെന്താ അടുത്ത ഐറ്റമിന് വേണ്ടിയുള്ള സംഭവം കുഴക്കാണെന്ന് പറയും. അത് കണ്ണ് കെട്ടിയിട്ട് ലോകത്തുള്ള ഏത് ഭാഷ എൻ്റെ ഫാദർ എഴുതും. അത് ഓഡിയൻസിൽ നിന്ന് ആൾക്കാരെ വിളിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് മാജിക്കിൽ.
അപ്പോൾ ആ മാവ് ഇങ്ങനെ കുഴച്ച് അതിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ അത് അന്തിച്ച് നോക്കും. ആ സമയമാകുമ്പം ആ സ്റ്റേജിൻ്റെ പുറകിൽ അത് കൊണ്ടുവയ്ക്കും. ഫാദർ ആ മൈദ മാവ് ആദ്യം എടുത്തിട്ട് ഓഡിയൻസിനെ കാണിക്കും. കണ്ടോ, ലോകത്തിലുള്ള ഏത് ബോർഡ് ഉണ്ടാവും അവിടെ, ബോർഡിൽ പറയും നിങ്ങൾ ലോകത്തിലുള്ള ഏത് ഭാഷ എഴുതിയാലും ഞാൻ കണ്ണ് കെട്ടി എഴുതുമെന്ന് പറയും. ഒരാൾ വന്ന് കണ്ണ് ശരിക്കും അടച്ച് ഈ മൈദ മാവ് അങ്ങോട്ട് ശരിക്കും ഒട്ടിച്ച് കുറേ തുണിയൊക്കെ വരിഞ്ഞ് കെട്ടി ഒരാളെ കൊണ്ട് എഴുതും. ഒരു വര ബോർഡിൻ്റെ നടുക്ക് തന്നെ ഒരു വര അങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് പറയും നിങ്ങളിവിടെ എഴുതിക്കോ, ഞാൻ താഴെ എഴുതിക്കോളാം എന്ന് പറയും. ഹിന്ദിയോ ഈ ലോകത്തിലെ ഏത് ഭാഷ ഏത് ലാംഗ്വേജ് ഒരു പ്രോബ്ലം ഇല്ല എൻ്റെ ഫാദറിന്. ഹിന്ദി എഴുതുന്നവരുണ്ടാവും, മറാഠി എഴുതുന്നവരാവും. അപ്പോഴൊക്കെ എനിക്കതൊരു അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം എന്നൊന്നും എനിക്കൊന്നും അറിയില്ല. അന്ന് കുട്ടികളാണ്. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നൊന്നും ഒന്നും അറിയില്ല. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഉത്തരവാദിത്തമായിട്ട് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫാദർ ഞങ്ങളെ വളർത്തുന്നത്, ഈ മാജിക്കാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്, ഞങ്ങളിനി പഠിപ്പിക്കുന്നത് ഒക്കെ ഇതാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ഈ ഓട്ടോറിക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു അത്ഭുതം നടക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഞങ്ങൾ വലുതായി കഴിഞ്ഞപ്പം പിന്നെ അതൊരു ട്രാവലറായി മാറി. വാള് ഐറ്റംസ് ഉണ്ട്, വായുവിൽ കിടക്കുന്ന ഐറ്റംസ് ഉണ്ട്, കുരിശുണ്ട്. ഇതൊക്കെയാണ് ടെമ്പോ ട്രാവലറിന് നിറയെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം, വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പിന്നെയും വണ്ടി കൊണ്ട് നിർത്താണ്. ഇതേപോലെ പഴയ പോലെ സുപ്രസിദ്ധ മജീഷ്യൻ പ്രൊഫസർ അലി ഖാൻ്റെ മായാജാല പ്രകടനം എന്ന് കാണുന്നു. അപ്പം നമുക്കതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് വാൾ ഐറ്റംസ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, വായുവിൽ കിടക്കുന്ന ഐറ്റംസ് എൻ്റെ സിസ്റ്ററും, ഈ കുരിശ് ഐറ്റംസ് എൻ്റെ മമ്മിയുമാണ്. അപ്പോൾ അത് 3 പേർക്കും ഫിക്സാണ് ആ ഐറ്റംസ്. അപ്പോൾ അത് ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റേജിൻ്റെ പുറകിൽ നിൽക്കുന്നു. അപ്പം വാളുവിൽ കിടക്കുന്ന ഐറ്റം എന്ന് പറയുമ്പം അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അതായത് ഈ വാളെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് 3 വാളുകളാണ് വെക്കുന്നത്. ഈ 3 വാള് വെച്ചതിന് ശേഷമാണ് ഹിപ്നോട്ടിസം ചെയ്ത് അതിൻ്റെ അകത്ത് എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് അതിലേക്ക് അങ്ങോട്ട് കിടത്തും. എന്നിട്ട് 2 വാളെടുത്ത് മാറ്റും. ഇതാണ് ചെയ്യുന്ന ഐറ്റം. അപ്പോൾ എൻ്റെ മമ്മി ബാക്കിൽ നിന്ന് പറയാറുണ്ട്, മോളെ നന്നായിട്ട് ചെയ്യണം കേട്ടോ, ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ നന്നായിട്ട് പറയുന്ന പോലൊക്കെ അനുസരിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ മറ്റേ ആൾക്ക് പിന്നെ വലിയ റിസ്ക് ഇല്ല, വായുവിൽ കിടക്കുക. ഒരു മേശപ്പുറത്ത് അങ്ങോട്ട് കിടത്തിയിട്ട് ആ മേശ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പുള്ളിക്കാരി വായുവിൽ കിടക്കുന്ന പോലെയാണ്. അവൾക്ക് ഭയങ്കര ധൈര്യം. അന്നത്തെ എന്തായാലും പണ്ട് എന്നേലും ഒരുപാട് ധൈര്യം കാണിക്കുന്നതും നല്ല ബുദ്ധിയുള്ളതും പഠിക്കാനും മിടുക്കി എൻ്റെ സിസ്റ്ററാണ്. കാരണം അവൾ നന്നായിട്ട് പഠിക്കും, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പറയുന്ന പോലെ അനുസരിക്കും ഒക്കെ. ഇപ്പോഴും എന്നേലും മിടുക്കി അവൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണ് ഭയങ്കര പേടി എല്ലാ കാര്യത്തിനും. പക്ഷേ അഭിനയ കാര്യത്തിൽ അവളെ ഞാൻ വെട്ടിക്കും. കാരണം നന്നായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അന്നും ഈ അഭിനയം ഇഷ്ടമുള്ളത് കൊണ്ട് ഷീലയെ പോലെയും ജയഭാരതിനെ പോലെയൊക്കെ കണ്ണാടിന് മുമ്പിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വിചാരം എൻ്റെ മനസ്സിലൊരു അഹങ്കാരം ഉള്ളത് കൊണ്ട് ഈ ഫാദറെ ഹിപ്നോട്ടിസം ചെയ്ത് നന്നായിട്ട് അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പം എൻ്റെ വിചാരം ഞാൻ ഭയങ്കര അഭിനയിക്കുന്ന ആളാണെന്നുള്ളൊരു നാട്ടി എനിക്ക് അന്ന് ചെറുപ്പത്തിലുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് സ്റ്റേജിൽ നിർത്തി കഴിയുമ്പം പാവം എൻ്റെ അനിയത്തി സെഫ്നി, അവളെ പേര് സെഫ്നി ഖാൻ എന്നാണ്. സെഫ്നി പറയുന്ന പോലെ കണ്ണടച്ച് പാവം അത് ചെയ്തോളും. ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ഓവറാക്കി കളയും. കാരണം ജാടയാണ് കുറച്ചൊക്കെ, കാരണം അഭിനയിക്കാൻ അറിയാം എന്നുള്ളൊരു ജാട എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എന്നെ കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തിക്കഴിഞ്ഞ് അതിങ്ങനെ ഹിപ്നോട്ടിസം ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ കണ്ണിങ്ങനെ അടച്ച് കണ്ണടയ്ക്കൂ എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഇങ്ങനെ ആടും ഞാൻ കിടന്നിട്ട്. അപ്പം എൻ്റെ ഫാദർ പതുക്കെ പറയും, തെസ്നി മോളെ ആടല്ലേ, മര്യാദയ്ക്ക് നിൽക്കുന്നത് പതുക്കെ പറയും അവിടുന്ന്. എന്നിട്ട് ഞാൻ മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞ് എന്നെ ഈ വാളിൽ അങ്ങോട്ട് കിടത്തും, 2 വാളങ്ങോട്ട് മാറ്റും, റിങ് ഇട്ടിട്ട് കാണിക്കും, തടസ്സങ്ങൾ ഒന്നുമില്ല എന്ന് കാണിക്കുമ്പോൾ ഓഡിയൻസ് ഭയങ്കര ക്ലാപ്പാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ കിടന്നിട്ട് എനിക്ക് കേൾക്കാം ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിട്ട് കൈയടിക്കുന്നത്, ഭയങ്കര കൈയടിയാണ്. അപ്പോൾ എനിക്കത് കേൾക്കാം. അത് കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് നേരെ എടുത്ത് ഇങ്ങനെ 3 കൊട്ട് കഴിയുമ്പം എന്നോട് കണ്ണ് തുറക്കാനാണ് പറയാറുള്ളത്. ഈ 3 കൊട്ടാതെ ഞാൻ ഈ അഭിനയത്തിൻ്റെ വലിയ ആളാന്നുള്ള ജാട മനസ്സിലുള്ളത് കൊണ്ട് ഈ 3 കൊട്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണു തുറക്കൂല. എൻ്റെ ഫാദർ ടെൻഷനായി തുടങ്ങി, മോളെ കണ്ണു തുറക്ക്, നീ ഇങ്ങനെ 3, 4, 5, 10 കൊട്ട് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ആൾക്കാർ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ഓഡിയൻസ് എന്നൊക്കെ ഇങ്ങനെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ പിടിച്ചൊരു നുള്ളും. അപ്പോൾ ഞാൻ എന്ന് കണ്ണു തുറന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ വന്നിട്ട് എനിക്ക് പൊരിഞ്ഞ വഴക്കാം, എന്താണ് ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ജീവിതമാണിത്, നിനക്കത് ഓർമ്മയില്ലേ, നീ എന്തേ കാണിക്കണേ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഓരോ ഓർമ്മ എനിക്ക് ശരിക്കും ഉണ്ട്.
പിന്നെ ഞാൻ അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മമ്മീനെ കൊണ്ടാണ്. മമ്മീനെ കൊണ്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു അവയവമുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും എന്താണ് ഇങ്ങനെ നോക്കും. നാവാണെന്ന് പറയും. നാവാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രശ്നക്കാർ, നാവാണ് പെണ്ണുങ്ങളുടെ എന്ന് പറഞ്ഞിട്ടാണ് മമ്മീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മമ്മി ആദ്യം തന്നെ നോക്കും പുള്ളിക്കാരനെ, പക്ഷെ ഒന്നും മിണ്ടില്ല, വന്ന് ചിരിച്ച് അവിടെ കുരിശിൽ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി. പിന്നെ അപ്പം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഹിപ്നോട്ടിസം ചെയ്ത് ഇങ്ങനെ കാണിച്ച് അത് കംപ്ലീറ്റ് ബ്ലഡ് സർക്കുലേഷൻ, ഭയങ്കര അവതാരകനാണ് പുള്ളി, ഒക്കെ കംപ്ലീറ്റ് നിർത്തി കഴിഞ്ഞതിൻ്റെ ശേഷം നാക്ക് നീട്ടും ഇങ്ങനെ കാണിക്കും. അപ്പം മമ്മി പതുക്കെ നാവ് പുറത്തേക്ക് നീട്ടും. അപ്പോൾ ഒരു കത്തി ഒരു പ്ലേറ്റ് എടുക്കും. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് നമുക്ക് കേൾക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ അനിയത്തി ഇരുന്ന് അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും, കാരണം മമ്മിയുടെ നാവ് മുറിക്കാൻ പോവല്ലേ. അപ്പം അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും, ആ സൈഡിൽ അവൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവളോട് ഞാൻ പറയും കരയല്ലേ എന്ന് പറയും. അപ്പോൾ അവൾ ആ എന്ന് പറയും. എന്നിട്ട് അവിടെ നിർത്തിയതിൻ്റെ ശേഷം കത്തി വെച്ച് നാവ് അങ്ങോട്ട് മുറിച്ച് കഴിയുമ്പം ഇതിൽ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, കാരണം ഇത് ഒറിജിനൽ നാവാണെന്ന് അറിയണമല്ലോ. ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എപ്പോഴും മിക്ക സ്റ്റേജ് ഷോയിലും ഒരു ഡോക്ടറോ ഒരു കമ്പൗണ്ടറോ ഒരു നേഴ്സോ ഇല്ലാതില്ല, ആരെങ്കിലും ഇല്ലാതിരിക്കില്ല. അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായ ആരെങ്കിലും ഉണ്ടാവും. അപ്പം വന്നു കഴിഞ്ഞിട്ട് ആ നാവ് നോക്കും, ഒറിജിനലാന്ന്. ആ ഓഡിയൻസിൽ ഒരാൾ, ഒത്തുകളിയൊന്നുമല്ല അത് കേട്ടോ, അത് നമുക്ക് എല്ലാ സ്റ്റേജിൽ നിന്ന് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഒറിജിനൽ നാവാണെന്ന് പറഞ്ഞ് ശരി ടെസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഇത് തിരിച്ച് വെക്കാം അല്ലേ. അപ്പം ആവശ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഇത് മുറിച്ച് മാറ്റാം, അല്ലെങ്കിൽ തിരിച്ച് വെക്കാമെന്നും പറഞ്ഞിട്ട് അതങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് മമ്മി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മമ്മീനെ ഇതേപോലെ 3 കൊട്ടൊക്കെ കൊട്ടി എണീറ്റ് മമ്മി എല്ലാവരോടും നമസ്കാരം പറഞ്ഞ് മമ്മി, അതാണ് മമ്മിയുടെ ഐറ്റം. പിന്നെ മമ്മിക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട്, കാരണം കുരിശിൽ കെട്ടാന്ന് പറയും. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് കഴുത്തും കെട്ടും, ഇരുന്നിട്ട് 2 കൈകളും കെട്ടും. ഇത് രണ്ടും കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കർട്ടൻ ഇട്ടിട്ട് ഫാദർ ആ കർട്ടൻ്റെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കും 1 2 3. അപ്പോൾ ഈ കെട്ടിയ ആളെ പോകാൻ പറയില്ല, ആ ആൾ അവിടെ തന്നെ ഉണ്ടാവും, കർട്ടൻ്റെ ഇപ്പുറം തന്നെ ആൾ ഇരിക്കുന്നുണ്ടാവും. 1 2 3 എന്ന് പറയുമ്പോൾ ഈ ആളോട് എൻ്റെ ഫാദറെ വന്ന് പിടിക്കാൻ പറയും, എന്നെ വന്ന് പിടിച്ചോളണം എന്ന് പറയും അയാളോട്. എന്നിട്ട് ഇങ്ങനെ ഫാദർ നിൽക്കും. 1 2 3 എന്ന് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഓടി വന്ന് പിടിക്കുന്നത് മമ്മിയുടെ കയ്യിലായിരിക്കും. ഫാദറായിരിക്കും ഈ കുരിശിൻ്റെ അകത്ത് ഇതേപോലെ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ പുള്ളിക്കാരനുണ്ടാവും. അപ്പോൾ ഭയങ്കര ക്ലാപ്സ് ആയിരിക്കും. ഇതൊക്കെയാണ് മേജർ ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ മേജർ ഐറ്റംസ് തുടങ്ങിയത് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടാണ് മേജർ ഐറ്റംസ് തുടങ്ങിയത്. അതങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ ഈ ഒരു ഐറ്റമിൽ ഇങ്ങനെ പോയി. പക്ഷെ 10th എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെ പൊക്കാം. കാരണം എൻ്റെ ഫാദറിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് ഇല്ല ഷോയിൽ. ഞാനും മമ്മിയും അനിയത്തിയും, ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ ഈ ഷോ. ഒരു ലളിതമായ ഒരു റെഡ് ലൈറ്റും ഒരു പിന്നെ യെല്ലോ ലൈറ്റുമാണ് കാര്യമായിട്ടുള്ളത്. ആകെ സ്റ്റേജിൽ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ പൊക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ ഈ ഐറ്റംസൊക്കെ അങ്ങ് നിർത്താണ് ചെയ്തിരുന്നത്. പിന്നീടൊക്കെ 1 man ഷോയിലേക്കായി പിന്നെ പോക്ക്. അപ്പോൾ ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ പഠിപ്പിൽ ശ്രദ്ധിച്ചു, ഞങ്ങൾ ആ കാര്യങ്ങളായി. പുള്ളി ഒറ്റയ്ക്കുള്ള ഷോസിന് സ്കൂള്, കോളേജുകൾ, ബർത്ത്ഡേ ഫംഗ്ഷൻ, കുർബാന കൈക്കൊള്ളപ്പാട്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെയാണ് ഈ മാജിക്കിൽ കൂടെ അങ്ങനെ ഞങ്ങൾ ഒഴുകി പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ബാല്യകാലം മുഴുവനും കോഴിക്കോടായിരുന്നു. കോഴിക്കോടാണ് ജനിച്ചതും വളർന്നതും. മമ്മി കോഴിക്കോട്ടുകാരിയാണ്. എൻ്റെ ഉപ്പച്ചി കുറ്റിപ്പുറം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച ആളാണ്. അവർക്കൊക്കെ ഈ മാജിക്കിനോട് അത്ര ഇഷ്ടമല്ല, ഹറാമാന്നാണ് പറയുക മാജിക്ക്. ഈ മാജിക്ക് ഹറാമാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് മാജിക്ക് എന്ന് പറയുന്ന ജീവനാണ്. എൻ്റെ ആദ്യ ഭാര്യ മാജിക്ക് എന്നാണ് എപ്പോഴും പറയുക, 2ാം ഭാര്യയാണ് നീ എന്നാണ് മമ്മിനോട് പറയാറുള്ളത്. അപ്പോൾ ഈ മാജിക്കിനോടുള്ള പാഷൻ കൊണ്ട് നാട് വിട്ട് കൽക്കട്ടയിൽ പോയി PC സർക്കാരിൻ്റെ അടുത്താണ് മാജിക്ക് പഠിച്ചത്. മാജിക്ക് അവിടുന്ന് പഠിച്ച് അവിടുന്ന് അലിവിക്കുട്ടി എന്നുള്ള ഒരു നാടൻ ആളായിരുന്നു കുറ്റിപ്പുറത്ത്. ആ ആൾക്ക് പ്രൊഫസർ അലിഖാൻ എന്നുള്ള പേര് കൊടുത്തത് PC സർക്കാരാണ്. അതായത് PC സർക്കാർ സീനിയർ,
ജൂനിയറും ഉണ്ട് സീനിയറും ഉണ്ട്. PC സർക്കാരാണ് പേര് കൊടുത്തത് പ്രൊഫസർ അലി ഖാൻ എന്ന്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാണ് വാഴക്കുന്ന് നമ്പൂതിരിയുടെ അടുത്ത് മാജിക് പഠിക്കുന്നത്. വാഴക്കുന്ന് നമ്പൂതിരിയുടെയും ശിഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മാജിക് അറാമ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കുടുംബത്തിൽ നിന്ന് കുറച്ച് വിട്ട് ആൾ നിന്നത്. അപ്പോൾ ഈ വിട്ട് നിന്ന് എൻ്റെ മമ്മിയെ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം മമ്മിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര ചെറുപ്പം മുതലേ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു മമ്മി. ഞാൻ കോഴിക്കോടാണ് ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പം എന്നെ കോഴിക്കോട് എൻ്റെ ഗ്രാൻഡ് മദറത്തേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ച്. കാരണം ഈ മാജിക്കും മമ്മിയും എൻ്റെ സിസ്റ്ററും ഒക്കെ ആയിട്ട് അവർ ഓൾ കേരള ടൂറായിരുന്നു ചെറുപ്പത്തിൽ. അന്ന് എൻ്റെ ഫാദറും മമ്മി മാത്രമേ ഉള്ളൂ ഷോയ്ക്ക് വരുന്നത്. കുട്ടി മറ്റത് ചെറുതാണ്. പിന്നീടാണ് 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാണ് എന്നെ അവർ പറിച്ച് എറണാകുളത്തേക്ക് നട്ടത്. എറണാകുളത്തേക്ക് വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കൊച്ചിൻ കലാഭവൻ എന്ന് പറയുന്നത്. ആബാലച്ചൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആബാലച്ചൻ. അപ്പോൾ അച്ഛൻ അന്ന് 69-ലാണ് അന്ന് സ്ഥാപനം തുടങ്ങുന്നത്. കലാഭവൻ നോർത്തിൽ ഒരു ചെറിയ റൂമാണ് അന്ന്. ആ സമയത്ത് എൻ്റെ ഫാദറെ പരിചയപ്പെടുകയും അവിടെ മാജിക് ക്ലാസ് അന്ന് എടുക്കുമായിരുന്നു. ഈ മാജിക് ക്ലാസ് എടുക്കുന്നത് കൂടാതെ മാജിക് ക്ലാസ്സിന് മുമ്പ് തന്നെ കൊച്ചിൻ കലാഭവൻ്റെ ഗാനമേളയുടെ ഇടയ്ക്ക് ഈ മാജിക് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ അച്ഛനായിട്ട് ഭയങ്കര ബോണ്ടായിരുന്നു പുള്ളി. അച്ഛനെ അലിഖാനേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ എന്നെ ഈ 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുക. കച്ചേരിപ്പടി സെയിൻറ്റ് ആൻ്റണീസിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനവിടെ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ കുറച്ച് പുറകോട്ടായ ഒരാളാണ് ഞാൻ. കാരണം കലയോടാണ് കൂടുതലും. അന്ന് ഡാൻസും പാട്ടൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഈ അച്ഛനോട് എപ്പോഴും പറയും എനിക്കിങ്ങനെ ഒരു മൂത്ത മോളുണ്ട്, ഭയങ്കര കലാകാരിയാണ് എന്നാണ് അവളുടെ വിചാരം. ആണോന്നൊന്നും എനിക്കറിയില്ല അച്ഛാ. അപ്പോൾ അച്ഛൻ പറയാം സാരമില്ല അലിഖാനെ, നീ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കൂ, ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ ഇവിടെ, ഡാൻസിനൊക്കെ വന്ന് കുട്ടി ഡാൻസൊക്കെ പഠിച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഡാൻസ് ബേസിക്കായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ കോഴിക്കോട് കലാമണ്ഡലം ചന്ദ്രിക എന്ന് എല്ലാവർക്കും അറിയാം, മരിച്ചുപോയി ടീച്ചർ. കലാമണ്ഡലം ചന്ദ്രിക, കലാമണ്ഡലം സരസ്വതി, നമ്മുടെ MT സാറിൻ്റെ വൈഫ്, ഇവരൊക്കെ അന്ന് കോഴിക്കോട് ഭയങ്കര ഡാൻസ് ക്ലാസ്സൊക്കെ നടത്തുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് കോഴിക്കോട് നടക്കാവിൽ കലാമണ്ഡലം ചന്ദ്രികയുടെ ഡാൻസ് ക്ലാസ്, ഭരതനാട്യ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന് എന്നെ മമ്മി ചേർക്കുകയാണ് ഭരതനാട്യത്തിന്. ഫസ്റ്റ് ഞാനവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിട്ടാണ് ഭരതനാട്യം പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കലയോട് ഇഷ്ടമുള്ളത് കൊണ്ട് മമ്മി ഡാൻസ് അന്ന് ചെറുപ്പത്തിലേ പഠിപ്പിക്കും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മമ്മിക്ക് ഇത്ര ഇൻട്രസ്റ്റ് എന്ന് പറയാൻ കാരണം ഈ മമ്മി കോഴിക്കോട് പ്രൗഡൻസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. മമ്മി ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും, ഭയങ്കരമായിട്ട് നാടകം ചെയ്യും. അവിടെ ഓൾ കേരള സ്കൂൾ കലോത്സവത്തിന് നാടക മത്സരത്തിന് മമ്മിക്കാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ട്രസിൻ്റെ അവാർഡ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് MT വാസുദേവൻ നായർ, SK പൊറ്റക്കാട്, KT മുഹമ്മദ് ഇവരൊക്കെയാണ് അന്ന് നാടകത്തിൻ്റെ ജഡ്ജസ് എന്ന് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മി എന്തോ ബാലനായിട്ട് ഒരു ആൺവേഷം കെട്ടിയിട്ട് കുറച്ച് ഭയങ്കര കയ്യടിയൊക്കെ കിട്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ, ഈ നാടകം ഡൽഹിയിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്കൂളുകാർ പറഞ്ഞിട്ട് മമ്മി വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നാടകത്തിന് പോകണമെന്ന് പറഞ്ഞപ്പം മമ്മിയുടെ ഉമ്മ ഭയങ്കര കരച്ചിൽ, എൻ്റെ മോള് വേണ്ട, ഇവിടെ വിട്ട് പോണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്റില്ല, മുസ്ലിം ഫാമിലിയാണ്, അങ്ങനെ തുള്ളാനൊന്നും പറ്റില്ല, സ്കൂളിൽ അഭിനയിച്ചതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ മമ്മിക്കത് ഭയങ്കര സങ്കടമായി. അതോടുകൂടി മമ്മിയുടെ കല അവസാനിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാദർ കല്യാണം കഴിച്ചേ പിന്നീടും കലാരംഗത്തേക്ക് പിന്നീട് മാജിക് രംഗത്തേക്കൊക്കെ വരാൻ തുടങ്ങിയതും ആളൊന്നും ഇടുക്കിയായത്. അഭിനയത്തോടൊക്കെ നിർത്തി. ആ മോഹം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന ഇപ്പം ഇവിടെ ഇരിക്കുന്ന തെസ്നിക എന്ന് പറയുന്ന ആൾക്ക് ഇത്രയും പുരോഗമനം എൻ്റെ ഫാദറും മദറും തന്നത്. അവരുടെ ഉള്ളിലൊരു കലയുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു കലാകാരിയാവാൻ പറ്റിയത്. അതുകൊണ്ടാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കുകയും എന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഇപ്പം ഞാൻ സെൻറ്റ് ആൻറ്റണീസിലാണ് പഠിക്കുന്നത് പറഞ്ഞില്ലേ, എല്ലാ യൂത്ത് ഫെസ്റ്റിവലിനും ഞാൻ പോകും. മാർഗം കളി ഉണ്ടാവും, തിരുവാതിരക്കളി ഉണ്ടാവും, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടാവും. പോട്ടെ ഹിന്ദി റെസിറ്റേഷൻ അറിഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകാർ. അപ്പോൾ അത്രക്കും സ്കൂളുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കലാകാരി എന്നുള്ളത് എൻ്റെ ഫാദറിനെ അറിയാവുന്നതുകൊണ്ടാണ് ആബാലച്ചനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ പറയും തസ്നിഖാനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം അലിഖാനെ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കലാഭവനിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ ഡാൻസിന് ചെന്ന് ചേരുന്ന സമയത്ത് വേറൊരു കാര്യമുണ്ട്. അവിടെ ഡാൻസ് പഠിക്കുക മാത്രമല്ല, അവിടെ അന്ന് ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് അന്നൊരു 5 പെൺകുട്ടികളായിരുന്നു. നടരാജ മാഷ് അന്ന് ഡാൻസ് പഠിപ്പിക്കുന്നത് അവിടെ. അത് ട്രഡീഷണൽ ഡാൻസ്, അതായത് മണിപ്പൂരി ഉണ്ട്, രാജസ്ഥാനി ഉണ്ട്, ഒഡീസി ഉണ്ട്, പിന്നെ
പിന്നെ ഭരതനാട്യമുണ്ട്, അത് കളിക്കാൻ വേറൊരു കുട്ടിയുണ്ട്, മോഹിനിയാട്ടം കളിക്കാൻ വേറെ കുട്ടി, അങ്ങനെ ട്രൂപ്പാണ്. ഈ ഡാൻസ് ട്രൂപ്പ് അവിടെ ഫോം ചെയ്ത് വന്നപ്പോഴാണ് എന്നെ അതിലേക്ക് അച്ഛനെടുക്കുന്നത്. ഡാൻസും പഠിക്കുന്നുണ്ട്, എന്നെ അതിലേക്ക് അച്ഛനെടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യും, തെസ്നിക വന്നല്ലോ, ഇനിയിപ്പം മെയിൻ കാര്യം 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് കയറിയ ചെന്ന ഉടനെ തന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകാൻ പറ്റാണ്ടായി. കോളേജിൽ ചേർന്നില്ല, നേരെ അച്ഛൻ്റെ അങ്ങോട്ട് വന്നിട്ട് ഗാനഭൂഷണത്തിന് എന്നെ അവിടെ ചേർത്തി ഫസ്റ്റ് ഇയർ. അപ്പം അവിടെ സാൻസ്ക്രിറ്റ് ഉണ്ട്, മെയിൻ വീണയാണ്, വോക്കൽ, ഇത് മൂന്നുമാണ് പഠിക്കേണ്ടത്. സാൻസ്ക്രിറ്റും വീണയും വോക്കലും, ഇത് മൂന്നുമാണ് അവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത്. അത് പഠിക്കുകയും ചെയ്യുക, അവിടുത്തെ ഡാൻസ് ട്രൂപ്പിൽ എന്നെ ഇട്ടും ചെയ്തു. ഫസ്റ്റ് ഡാൻസ് ട്രൂപ്പിലേക്ക് ഇട്ട് ഫസ്റ്റ് ഷോ എറണാകുളം ടൗൺ ഹാളിലായിരുന്നു. എറണാകുളം ടൗൺ ഹാളിൽ ഷോ നടക്കുന്ന സമയത്ത് സാധാരണ ഏത് പ്രോഗ്രാമിനും എൻ്റെ ഉപ്പച്ചിയും മമ്മിയൊക്കെ വരാറുണ്ട്. യൂത്ത് ഫെസ്റ്റിവലായാലും അവർ മുമ്പിൽ വന്നിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നതും നമ്മൾ എന്തെങ്കിലും അവതരിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാരൻസാണ് എൻ്റെത്. അങ്ങനെ ഫസ്റ്റ് ഷോ എറണാകുളം ടൗൺ ഹാളിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പം അവർ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഭയങ്കര ഫുള്ളാണ് ടൗൺ ഹാൾ, ഫുള്ള്. കൊച്ചിൻ കലാഭവൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സ്ഥലത്തും ഹൗസ് ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു, പരിചയക്കാരൻ തന്നെ. അയാളുടെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കലും മറക്കാനും പറ്റില്ല. സൈഫുദ്ദീൻ എന്നാണ് പേര്. അയാളിപ്പോൾ എവിടെയോ എന്തോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഫാദർ ഇങ്ങനെ അയാളോട് തോണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ഡാൻസില്ലേ മുമ്പിലിരിക്കുന്നില്ലേ, അത് എൻ്റെ മോളാ. ആണോ, തെസ്നികാൻ നല്ല ഡാൻസൊക്കെ ചെയ്യും. അപ്പോൾ അയാളിങ്ങനെ ഓ ശരി ശരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാൾ പറഞ്ഞു, മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ച്. അപ്പം ഫാദർ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അങ്ങനെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊക്കെ അവൾ പറയാറുണ്ട്, അങ്ങനെ ഓക്കെ എന്നൊക്കെ പറയാം. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോക്ക് ഇഷ്ടമാണോ സിനിമയിൽ അഭിനയിക്കാമെന്ന് വെച്ച്. ഞാൻ പിന്നെ ചാൻസൊക്കെ കിട്ടിയാൽ അഭിനയിക്കും, ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ തുടർച്ചയായിട്ടൊരു നടിയാവണം ഒന്ന് പ്ലാനിങ് ഒന്നുമില്ല, ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സിനിമാ നടിയാകണം എന്നൊന്നും ആഗ്രഹം ഒന്നും ഉണ്ടായിട്ടില്ല. മുഖം കാണിക്കണം, സ്ക്രീനിലൊന്ന് മുഖം കാണണം. ഷീലിൻ ജയഭാരതിനൊക്കെ നമ്മൾ ഡാൻസും പാട്ടൊക്കെ കണ്ടിങ്ങനെ നോക്കി നിന്നല്ല, അതുപോലെ എൻ്റെ മുഖം ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹക്കാരിയായിരുന്നു ഞാൻ. അങ്ങനെ പറഞ്ഞു. എന്നാൽ തോംസൺ ഫിലിംസ് ഉണ്ട് കച്ചേരി പഠിക്കൽ, അവിടെ ഡെയ്സി എന്ന് പറയുന്നൊരു പുതിയ സിനിമ എടുക്കുന്നുണ്ട്, പുതുമുഖങ്ങളെ വെച്ചിട്ടാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ പോലെ. അപ്പോൾ ഒന്ന് തോംസൺ ബാബുവിനെ നിങ്ങൾ വന്ന് കാണണം ഓഫീസിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ ശരി വരാലോ എന്ന് എൻ്റെ ഫാദർ പറയുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ മിമിക്രിക്കാർ കയറും. ഈ മിമിക്രിക്കാരിൽ വന്നവരാണ് ജയറാമേട്ടൻ, സൈനുദ്ദീൻ, പ്രസാദേട്ടൻ, നമ്മുടെ നാരായണൻകുട്ടി, റഹ്മാൻ, ഇവരൊക്കെയാണ് അന്ന് മിമിക്രിയിൽ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായത്. അപ്പം ഞങ്ങളുടെ 2 ഡാൻസ് കഴിഞ്ഞാൽ ഇവരുടെ മിമിക്രി, പിന്നെ ഞങ്ങളുടെ 2 ഡാൻസ് ഇവരുടെ മിമിക്രി, അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്.